അഹ്ലുസുന്നതനാദർശത്തിൻ കാവൽക്കാരായി നിന്നിടുവാൻ അഹ്ലു ബിദ്അത്തിൻ കോട്ട തകർത്ത് സൽസരണിയിലായി മുന്നേറാൻ അഹ്ലുസുന്നതനാദർശത്തിൻ കാവൽക്കാരായി നിന്നിടുവാൻ അഹ്ലു ബിദ്അത്തിൻ കോട്ട തകർത്ത് സൽസരണിയിലായി മുന്നേറാൻ സയ്യിദ് താജുൽ ഉലമാ തങ്ങൾ ഖമറുൽ ഉലമാ ശൈഖുനയും നയിച്ചിടുന്നൊരു പ്രസ്ഥാനത്തിൽ അണിചേർന്ന അനുഗ്രഹം നേടിയിടാം. സയ്യിദ് താജുൽ ഉലമാ തങ്ങൾ ഖമറുൽ ഉലമാ ശൈഖുനയും നയിച്ചിടുന്നൊരു പ്രസ്ഥാനത്തിൽ അണിചേർന്ന അനുഗ്രഹം നേടിയിടാം. അഹ്ലുസുന്നതനാദർശത്തിൻ കാവൽക്കാരായി നിന്നിടുവാൻ അഹ്ലു ബിദ്അത്തിൻ കോട്ട തകർത്ത് സൽസരണിയിലായി മുന്നേറാൻ അഹ്ലുസുന്നതനാദർശത്തിൻ കാവൽക്കാരായി നിന്നിടുവാൻ അഹ്ലു ബിദ്അത്തിൻ കോട്ട തകർത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله مولانا العظيم. الدين النصيحة. قلنا لمن يا رسول الله؟ قال لله ولكتابه ولرسوله ولأئمة المسلمين. صدق رسول الله. لما تشفع آدم من ذنبه غفر الإله له وكان غفورا. وكذاك نوح في السفينة قد نجا بمحمد فاسأل بذاك خبيرا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പൗരോഹിത്യം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന പൊതുവിഷയത്തിൽ 5 ദിവസത്തെ പ്രഭാഷണം ഇവിടെ സമാരംഭം കുറിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ആമുഖങ്ങൾ ആവശ്യമില്ല. ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പറയുന്ന വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും സംശയങ്ങളും അവ്യക്തതകളുമുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് അതിനുള്ള അവസരം, ചോദിക്കാനുള്ള അവസരം തരും. അത് വ്യക്തമായി
ചോദിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തും. എല്ലാ വിഷയം കൂടി 5 ദിവസം കൊണ്ട് പറയാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള പുത്തൻവാദികളും മുസ്ലിമീങ്ങളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട 5 വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അത് മുൻഗാമികൾ കാണിച്ചു തന്ന പാതയാണ് എന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ നാം സ്ഥാപിക്കാൻ പോകുന്നത്. രണ്ടാമതായി നമ്മുടെ സുട്ടാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിഷയമാണ്. പിന്നെ എപ്പോഴും ഇവിടെ തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹായാർത്ഥനയും പ്രാർത്ഥനയും ഒക്കെ ചർച്ച ചെയ്യണം. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട സ്ത്രീ ജമാഅത്ത് അടക്കമുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് 4-ാം ദിവസം കടന്നു വരും. 5-ാമത്തെ ദിവസം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ മൗലിദാഘോഷവും തിരുകേശവും തുടങ്ങി പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ അപ്പോൾ വരും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു 5 ദിവസത്തെ പ്രഭാഷണവും മുഖാമുഖവും വളരെ നിഷ്പക്ഷമായി ചിന്താശേഷിയുള്ള മുസ്ലിമീങ്ങൾ കേൾക്കുമ്പോൾ ഇതിന്റെ ലക്ഷ്യമെന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് അവസരോചിതമായി ഇടപെടാൻ മുജാഹിദിന്റെ മൗലവിമാരും ഒരുങ്ങി റെഡിയായി കഴിഞ്ഞു. സ്ക്രീനിൽ അവർ വരുമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പോഴാണല്ലോ നമ്മുടെ വിഷയം പൂർണ്ണമാകുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് പരലോകത്തുള്ള വിജയമാണ്. എന്റെ പ്രഭാഷണം കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരന്മാരും, വിശിഷ്യ മുസ്ലിം സഹോദരന്മാർ എല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പരലോകത്ത് നാം എത്തുമ്പോൾ വിശാലമായ സ്വർഗത്തിലേക്ക് കടക്കണമെന്നും ആ സ്വർഗത്തിൽ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമ്മുടെ റബ്ബിനെ കണ്ട് തൃപ്തിയടയണമെന്ന വലിയ ആഗ്രഹമാണ് ഈ സദസ്സിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്നത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് എത്താനുള്ള കാരണമായി അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഉറച്ചുറച്ചു പറയുന്ന ഒരു കാര്യം അതാണ്, നമ്മുടെ മരണത്തിന്റെ സമയം എപ്പോഴും നമുക്ക് സംഭവിക്കാം. ഏത് മനുഷ്യനും മരിച്ചു പോകും, ഏത് രാജാവും മരിച്ചു പോകും, പണ്ഡിതനായാലും മരിച്ചു പോകും. നാം എല്ലാവരും മരണത്തിന്റെ കവാടം കടക്കേണ്ടവരും ആണ്. നമുക്കറിയാം, വലിയ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അവിടുത്തെ സ്മരിക്കാതെ നമ്മുടെ പഞ്ചദിന പ്രഭാഷണം തുടങ്ങുന്നത് ശരിയല്ല. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് നമ്മുടെ സദസ്സിന് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വാദപ്രതിവാദത്തിന്റെയും സംവാദത്തിന്റെയും ഒക്കെ സമയങ്ങളിൽ ഒരു കൂട്ടുകാരനെ പോലെ കൈപിടിച്ച് നമ്മെ വിഷയത്തിന്റെ അഗാധത്തിലേക്ക്, ആഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോയ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. ഉസ്താദ് അവറുകളുടെ ദർജ അള്ളാഹു തആല വർദ്ധിപ്പിക്കുമാറാകട്ടെ. പിന്നെയും ഒരുപാട് ആളുകൾ, ബഹുമാനപ്പെട്ട OK ഉസ്താദ് തുടങ്ങി പാണക്കാട് ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സാജിദ ഉമർ ഹാജി, ഇങ്ങനെയുള്ള ഉമറാക്കളും വലമാക്കളും ഒക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ആരായാലും മരിക്കും, ആ മരണത്തിന് അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ട്. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞവരും ഒരു ദിവസം മരണത്തിന്റെ പിടിയിൽ അവനും അമരുകയാണ്. രക്ഷയില്ല, ദൈവമാണ്, ഞാൻ അത്ഭുതങ്ങൾ കാണിക്കും എന്നെല്ലാം പ്രസംഗിക്കുകയും പറയുകയും ചെയ്ത ആളുകൾ, പക്ഷേ മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ഒരു മായാജാലവും അവിടെ നടന്നില്ല. മരണത്തിന്റെ മുന്നിൽ കിടന്നുകൊടുത്തു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആൾ ദൈവങ്ങൾക്കോ അല്ലെങ്കിൽ ഞാൻ ദൈവമാണെന്ന് പറയുന്നവർക്ക് വരെ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നത് ലോകം കണ്ട സത്യമാണ്. അതുകൊണ്ട് തന്നെ
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും നല്ല വചനം, ആ വചനം പറഞ്ഞങ്ങ് മരിച്ചു പോകണം. അതിനാണ് ഈ സദസ്സ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിനുള്ള വഴി എന്താണ്? അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയം നിങ്ങളുടെ മനസ്സുകളിലും കടലാസുകളിലും നോട്ട് ചെയ്തോ. ഞാൻ കൃത്യമായ ചില ആയത്തുകളും ഹദീസുകളും ഇവിടെ പറയും. ഇടയ്ക്ക് നമ്മുടെ മൗലൈമാരും വരും. സംശയമുള്ളത് പിന്നീട് ചോദിക്കുകയും ചെയ്യാം. ഞാൻ പറയുന്നത് സൂറത്ത് ഫുസ്സിലത്തിലെ ഒരായത്താണ് നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി വെക്കുന്നത്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ വിഷയം, ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹ്, അല്ലാഹു ആണ് റബ്ബെന്ന് പറഞ്ഞവർ, സുമ്മ ഇസ്തഖാമു പിന്നെ നേരായ വഴിയിൽ സഞ്ചരിച്ചവർ, അഥവാ അല്ലാഹു ആണ് റബ്ബെന്ന് പറയുകയും അതേ സമയം തന്നെ സിറാത്തുൽ മുസ്തഖീമാകുന്ന നേരായ വഴി, മുൻഗാമികളുടെ വഴി, ആ വഴിയിൽ സഞ്ചരിക്കുകയും ചെയ്ത ആളുകൾ അവരുടെ മരണത്തിന്റെ സമയമാകുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ സമീപത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നു. അവരോട് പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, സ്വർഗം നിങ്ങൾക്കുണ്ട്, റഹ്മത്തിന്റെ മലക്കുകൾ ഞങ്ങൾ ഇവിടെയുണ്ട്, ഹൂറുല്ലീങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ മണിമാളികകൾ നിങ്ങളെ കാത്തിരിക്കുന്നു, റബ്ബിന്റെ മലായികത്തുകൾ ആകാശത്തും ഭൂമിയിലും നിങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ പറയുന്ന ഒരു അനുഗ്രഹീത മരണം അല്ലാഹു നമുക്ക് തെരുമാറാകട്ടെ. അതിനെന്താണ് വഴി? അതാണ് ഞാനിവിടെ അന്വേഷിക്കുന്നത്. ഇതെന്താണ് അതിനുള്ള വഴി? ഇപ്പോഴുള്ള ഈ കണ്ട പ്രസ്ഥാനത്തിന്റെ കൂടെയൊക്കെ പോയാൽ, അത്തരം ഒരു പ്രസ്ഥാനങ്ങളിൽ നാം മെമ്പർമാരായാൽ അത് നമുക്ക് സാധ്യമാണോ? അത് പരിശോധിക്കണം. ഇത് വളരെ കൂടുതൽ ചിന്തിക്കേണ്ട വിഷയമാണ്. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മാറാം, പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത് കൃത്യമാണ്. അതിനപ്പുറത്തേക്ക് അളവ് വ്യതിചലിച്ചു പോയാൽ പിന്നെ അവൻ മരിക്കുമ്പോൾ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കഴിയാത്ത, അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരൽപ്പം എന്റെ കൂടെ വരിക. വളരെ ഗൗരവത്തോട് ചിന്തിക്കുക. ഏതാണ് ഈ നേരായ വഴി? ഏതാണ് അല്ലാഹു ആണ് റബ്ബെന്ന് പറയുന്ന വിഭാഗം? അത് പറയേണ്ടത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഞാൻ നേരത്തെ ഓതിവെച്ച, എപ്പോഴും നമ്മൾ ഓതുന്ന ആ ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതെന്താണ്? ഞാൻ പറഞ്ഞ പോയിന്റിലൂടെ തന്നെ നിങ്ങൾ വരണം. എപ്പോഴാണ് മരണസമയത്ത് സന്തോഷവും മലക്കുകളുടെ സാന്നിധ്യവും ഉണ്ടാവുക? ഞാൻ പറഞ്ഞു, നേരായ വഴിയിൽ സഞ്ചരിക്കുന്നവനാണ്. ഏതാ ഈ നേരായ വഴി? ഏതാണ് നേരായ വഴി? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. എല്ലാ ദിവസവും 17 തവണ നാം ആവർത്തിച്ച് നിർബന്ധമായും ഓതേണ്ട സൂറത്ത്. ആ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നു, ഫാത്തിഹയിൽ തന്നെ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണം റഹ്മാനേ, നേരായ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് തരണം. ഇത് നമ്മൾ എല്ലാ നിസ്കാരത്തിലും പറയുന്നതാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം, ഏതാണ് നേരായ വഴി? അവിടെയാണ് നമ്മളെ വിഷയമുള്ളത്. ഏതാണ് നേരായ വഴി? ഉടനെ അല്ലാഹു പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. എന്താണ് ഇതിന്റെ അർത്ഥം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? സിറാത്തുൽ കിതാബി വസ്സുന്ന എന്ന് പറഞ്ഞൂടെ? കിതാബിന്റെയും സുന്നത്തിന്റെയും വഴി അതന്നെയാണ് അല്ലാഹുവിന്റെ റസൂലും കാണിച്ചെന്ന വഴി. പക്ഷേ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതെന്താ കാരണം എന്നറിയോ? എല്ലാരും ഖുർആന്റെ സുന്നത്തിന്റെ ആളുകളായി. ഖുർആനും സുന്നത്തും ഇപ്പോ
ക്രിസ്ത്യാനികൾ അവര് പറയുന്നത് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ ക്രിസ്ത്യാനിയാവണം എന്നാണ്. അങ്ങനെയല്ലേ? അലവി അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അയാൾ എഴുതിയ പുസ്തകം എന്റെ കയ്യിലുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തു മതത്തിൽ മെമ്പറാകണമെന്നാണ് അദ്ദേഹത്തിന്റെ മദ്ഹബ്. എന്തെല്ലാം ആളുകൾ, ഒരുപാട് ആളുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വാദം ഞങ്ങൾ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന ആൾ എന്നാണ്. അതേ സമയത്ത് അതെല്ലാം നേരായ വഴിയാണോ? അല്ല. അപ്പൊ ഖുർആനും സുന്നത്തും എന്ന് പറയുന്നതിന്റെ പകരം അള്ളാഹു പറഞ്ഞത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്തിന്റെ മാർഗം തന്നെ. പക്ഷെ ആ ഖുർആനും സുന്നത്തും നീ അനുഗ്രഹിച്ച ആളുകൾ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. ഇനി നിങ്ങൾ ഖുർആനിലേക്ക് തന്നെ വാ. വിശുദ്ധ ഖുർആൻ അതാണല്ലോ നമ്മുടെ ഒന്നാമത്തെ പ്രമാണം. ആ ഖുർആനിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ആയത്തോതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുസ്സിലത്തിൽ നിന്ന് കേൾപ്പിച്ചു. മരണസമയത്ത് സന്തോഷമുള്ളത് നേർവഴിയിൽ ചിന്തിച്ചവർക്കാണ്. നേരായ വഴി എന്ന് പറഞ്ഞാൽ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ അള്ളാഹു അനുഗ്രഹിച്ചവർ? ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? അതിന്റെ ഉത്തരമാണ് സൂറത്തുൻ നിസാഇന്റെ